ഇന്ന് മുസ്ലിങ്ങൾ ധൂർത്തന്മാരായി മാറുന്നുണ്ടോ എന്ന് ഗൗരവപൂർവ്വം നിങ്ങൾ ആലോചിക്കണം. യാണെങ്കിൽ അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ഒന്നായി മാറുന്നു. എല്ലാ സംഘടനയിൽപ്പെട്ടവരും അതൊരു പൊങ്ങച്ചത്തിന്റെയും ഗർവിന്റെയും ധൂർത്തിന്റെയും വേദിയാക്കി മാറ്റുന്നുണ്ട്. പെണ്ണ് കാണൽ ചടങ്ങ്, സ്ത്രീകള്, എളാപ്പയുടെ മക്കള്, മുത്താപ്പയുടെ മക്കള്, എല്ലാവരും ആ ഉപ്പാന്റെ അനുജന്റെ മക്കള്, ജേട്ടന്റെ മക്കളൊക്കെ കാണാൻ പോവുക. ഓരോരുത്തരുടെ കയ്യിൽ വിലപിടിപ്പുള്ള മിഠായിയുടെ ഡെക്കറേറ്റ് ചെയ്ത രൂപങ്ങളാണ്. കുത്തബ് മിനാറിന്റെ ആകൃതിയിൽ, താജ്മഹലിന്റെ ആകൃതിയിൽ, ബുർജ് ഖലീഫയുടെ ആകൃതിയിൽ ഒക്കെയാണ് മിഠായി കൊണ്ടുവന്നത്. ഒരു കൊറോണ നമ്മിൽ നിന്ന് വിട്ടുപോയി. നമ്മളെല്ലാവരും മുഖവും മൂക്കും ഒക്കെ മൂടിക്കെട്ടിയ, വായു മൂക്കുമൊക്കെ മൂടിക്കെട്ടിയ ഒരു രംഗം നമുക്ക് ഓർമ്മയില്ലേ പ്രിയപ്പെട്ടവരെ? ഒരു മയ്യത്ത് നിസ്കാരം പോലും മര്യാദക്ക് കുറെ ആളുകൾ കൂടി നിസ്കരിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം നമ്മുടെ മുമ്പിൽ കടന്നുപോയില്ലേ? ഒരു കല്യാണത്തിന് വേണ്ടപ്പെട്ട കുടുംബക്കാരെ പോലും വിളിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടായില്ലേ? എന്നിട്ട് പ്രിയപ്പെട്ടവരെ, അതൊക്കെ കഴിഞ്ഞു പോയപ്പോഴേക്ക് ധൂർത്തും പൊങ്ങച്ചവും കടന്നു വരിക. പുതുവണ്ണിന്റെ വീട്ടിലേക്ക് കയറി ചെന്നും ബഹളുണ്ടാക്കുക. അവർ പോലീസിനെ വിളിക്കേണ്ടി വരിക. കാളവണ്ടിയിൽ പുതുവണ്ണിനെ ഇരുത്തി അങ്ങാടി കൂടി കൊണ്ടുപോവുക. JCBയുടെ ബക്കറ്റിലിരുത്തുക. ക്രെയിൻ ഉപയോഗിച്ച് ആ 20 മീറ്ററും 15 മീറ്ററും ഒക്കെ മിഠായി ഡെക്കറേറ്റ് ചെയ്തിട്ട് വലിയ സ്തൂപം പോലെ ഇറക്കി കൊടുക്കുക. ഇതൊക്കെ ഒരു പൊങ്ങച്ചത്തിന്റെയും ഗർവിന്റെയും, നിനക്ക് റബ്ബ് തന്ന പണത്തിന്റെ ഊക്ക് കാട്ടാനുള്ള, ശക്തി കാട്ടാനുള്ള, പൊങ്ങച്ചം കാട്ടാനുള്ള, അഹന്ത കാട്ടാനുള്ള വേദിയാക്കി മാറ്റുക. ഇവിടേക്ക് എല്ലാ മുസ്ലിങ്ങളും, സമസ്തയുടെ എല്ലാ സംഘടനയും, മുജാഹിദുകളിൽപ്പെട്ടവരുമൊക്കെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് എതിർക്കേണ്ടതാണ്. വീണ്ടും നമ്മുടെ മുന്നിലേക്ക് കൊറോണയേക്കാൾ അപകടം പിടിച്ച പരീക്ഷണം കടന്നുവരും. അള്ളാഹു നമ്മെ പരീക്ഷിക്കും. അതുകൊണ്ട് പൊങ്ങച്ചത്തിന് അറുതി വരുത്തുക, ഗർവിന് അറുതി വരുത്തുക, അഹങ്കാരത്തിന് അറുതി വരുത്തുക. ഒരാണു മണിത്തൂക്കം അഹങ്കാരം ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ഉറപ്പ് പറഞ്ഞതാണ്. അതുകൊണ്ട് രണ്ട് കാര്യം, നിങ്ങൾ എനിക്ക് ജാമ്യം നിൽക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സ്വർഗത്തിന് ജാമ്യം നിൽക്കാം. ഒന്ന് നമ്മുടെ നാവാണ്, ഒന്ന് തൊടയിലുകൾക്കിടയിലുള്ള നമ്മുടെ ലൈംഗിക അവയവമാണ്. സൂക്ഷ്മത പാലിക്കുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ.